I am Maximus Decimus Meridius, commander of the armies of the north, general of the Felix legions, loyal servant to the true emperor Marcus Aurelius, father to murdered son, husband to murdered wife, and I will have my vengeance this life or the next. ഈ ഒരു ഡയലോഗ് ഗ്ലാഡിയേറ്റർ ഫാൻസായ നമ്മുടെ മനസ്സിലിങ്ങനെ എച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഡയലോഗാണ്. ഇത് മനസ്സിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു മൊമെൻ്റാണ്. സിനിമ ഫാൻസ് എന്ന നിലയിലും ഗ്ലാഡിയേറ്റർ ഫാൻസ് എന്ന നിലയിലും റസൽ ക്രോ ഫാൻസ് എന്ന നിലയിലും അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്തെന്ന് വരാം. ഗ്ലാഡിയേറ്റർ 2, പോൾ മെസ്കലിൻ്റെ ഗ്ലാഡിയേറ്റർ 2, ഡയറക്റ്റഡ് ബൈ റിഡ്ലി സ്കോട്ട്. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നാമെന്ന് പറഞ്ഞെങ്കിലും ഇതൊരു മോശം പടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടുമല്ല. പക്ഷേ നമ്മുടെ ഇന്നവിറ്റബിളി നമ്മുടെ കമ്പാരിസൺ എപ്പോഴും ഒറിജിനൽ ഗ്ലാഡിയേറ്ററുമായിട്ട് പോകുമല്ലോ, ഗ്ലാഡിയേറ്റർ 1 ഫസ്റ്റ് പാർട്ടുമായിട്ട് പോകുമല്ലോ. നമ്മൾക്ക് ആ കമ്പാരിസൺ ഇന്നവിറ്റബിളാണ്. കാരണം നമ്മുടെ മാനുഷികമാണ്, നമ്മുടെ നാച്ചുറലാണ്. നമ്മൾ ഓബ്വിയസ്ലി നമ്മൾ റസൽ ക്രോയോട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഹാൻസ് സിമ്മർ മ്യൂസിക്കായിട്ട് കമ്പയർ ചെയ്യും. ഇത് ഹാൻസ് സിമ്മർ മ്യൂസിക് അല്ല, റിഡ്ലി സ്കോട്ടിൻ്റെ സംവിധാനമാണ്. പക്ഷേ ഓബ്വിയസ്ലി റസൽ ക്രോ ഇതിൻ്റെ അകത്ത് വരുത്താൻ പറ്റത്തില്ല, കാരണം കഥ അങ്ങനെയാണല്ലോ പോകുന്നത്. പോൾ മെസ്കൽ, ഡസ്റ്റിൻ വാഷിങ്ടൺ ആണ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നത്, ഒരു ഫേസ് ഓഫ് പോലെ വരുന്നത് അവർ തമ്മിലാണ്. പക്ഷേ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് നല്ല പടമാണല്ലോ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയെങ്കിലും പടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഹോളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എൻ്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഡയലോഗ് പോലും ഇല്ല. വേർജിലിൻ്റെ പോയം ഉണ്ട്, പക്ഷേ അത് ഓക്കെ. പക്ഷെ അല്ലാതെ ഒരു നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു രംഗമോ ഒരു സംഭാഷണമോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നി. ഒരു സിനിമ കണ്ടു, പക്ഷെ അതങ്ങനെ ഓർത്തിരിക്കത്തക്ക. ഗ്ലാഡിയേറ്ററിലെ മ്യൂസിക്കും നമ്മൾ എപ്പോഴും കേൾക്കുന്ന മ്യൂസിക്കാണ്, BGM എപ്പോഴും കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ഡയലോഗ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഉള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉള്ളതായിട്ട് തോന്നിയില്ല. അങ്ങനെ സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്, അറ്റ്ലീസ്റ്റ്. പിന്നെ ഓബ്വിയസ്ലി ഇതിൻ്റെ ഒരു സ്കെയില് ഇല്ല, സ്കെയിലും അങ്ങനെ ഗ്ലാഡിയേറ്റർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് എപ്പോഴും. ഈ കൊളോസിയത്തിനകത്തുള്ള കുറേ സീൻസ് കാണിക്കുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം ആ ബബൂൺസിൻ്റെ ആ ഒരു എയ്പ്സിൻ്റെ ഒരു സീനും, പിന്നെ ആ ഒരു വെള്ളം നിറച്ചിട്ട് ഷാർക്സിൻ്റെ സംഭവങ്ങളും, അങ്ങനത്തെ ഉള്ള ഈ കുറേ ആക്ഷൻ സീക്വൻസസും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീസായിട്ടാണ് കാണിച്ചതെങ്കിൽ എന്നെ അത് ഒട്ടും ഇംപ്രസ് ചെയ്യിക്കാത്തൊരു സീക്വൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ആക്ഷൻ സീക്വൻസസ്. പിന്നെ ഓബ്വിയസ്ലി നമ്മൾ എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക് തന്നെയാണ്. ഇതിനകത്ത് ഇടയ്ക്ക് കുറച്ച് പാർട്സിൽ ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക് ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ വരുന്നുണ്ട്. അത് തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഗ്ലാഡിയേറ്റർ ഫസ്റ്റ് പാർട്ട് ഞാൻ തിയേറ്ററിലല്ല കണ്ടത് ആ സമയത്ത്. പക്ഷേ ഇത് ആ ഒരു ഫുൾ വോളിയത്തിൽ കുറച്ചെങ്കിലും ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക് കേൾക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരു രീതിയിലും ഗ്ലാഡിയേറ്റർ 1 കമ്പയർ ചെയ്ത് പോകും. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഇംപ്രസീവായിട്ട് തോന്നാത്തൊരു പടമായിട്ട് തോന്നി. പ്രത്യേകിച്ചൊരു ആഫ്റ്റർ ടേസ്റ്റ്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ, പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പം വീട്ടിൽ വന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഒരു രംഗവും നമ്മളെ ടച്ചിങ് ആയിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ ടഗ് ചെയ്യുന്നതായിട്ട് തോന്നുന്ന ഒരു സീനും എൻ്റെ അകത്തില്ല. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് ഗ്ലാഡിയേറ്റർ ഫസ്റ്റ് പാർട്ടുമായിട്ട് നമുക്കുള്ളത്, എനിക്കിപ്പോഴും ഉള്ളത്. ആ ഒരു ഓറയോ ആ ഒരു ഗ്രേറ്റ്നെസ്സോ ഒന്നും ഇതിൽ കണ്ടതായിട്ട് തോന്നിയില്ല. ഇത് റിഡ്ലി സ്കോട്ടിനെ ആരോ പുഷ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് പ്രൊഡക്ഷൻ ഹൗസസോ സ്റ്റുഡിയോസോ ഒക്കെ ഫോഴ്സ് ചെയ്തൊരു സീക്വൽ ഉണ്ടാക്കാൻ നോക്കിയ പോലെ തോന്നിപ്പോയി. ഒരു പക്ഷേ ഇത് ഇറക്കേണ്ട ആവശ്യമായിരുന്നു. കാരണം ഗ്ലാഡിയേറ്റർ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, നാഴികക്കല്ലായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് മോശം പടമല്ല, ഇറ്റ്സ് എൻ ആവറേജ് അഫെയർ. പ്രത്യേകിച്ച് നമ്മൾ പടം കണ്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റ്സ് എൻ ആവറേജ് അഫെയർ. സോ ഐ എം ഗോയിങ് വിത്ത് 3 out of 5 for Gladiator Part 2. Thanks for watching.